ഹായ് ഹലോ. അപ്പോൾ ഇതൊരു വീക്ക്ലി വ്ളോഗാണ്, മൺഡേ ടു ഫ്രൈഡേ. ഞങ്ങളുടെ ലൈഫിലുള്ള കുറച്ച് വിശേഷങ്ങളാണ് ഈ ഒരു വീഡിയോയിലുള്ളത്. മൺഡേ രാവിലെ ഞങ്ങൾക്കൊരു ഇനോഗ്രേഷന് പോകാനുണ്ടായിരുന്നു. പക്ഷേ രാവിലെ എണീറ്റപ്പം എനിക്ക് ഒട്ടും വയ്യായിരുന്നു, സ്റ്റൊമക്ക് അപ്സെറ്റ് ആയിരുന്നു. അങ്ങനെ രാവിലെ പോകാൻ പറ്റിയില്ല. വൈകിട്ട് ഞങ്ങൾ അങ്ങനെ പോകാനുള്ള പരിപാടിയിലാണ്. ഈ ഒരു ഡ്രസ്സ് സെലക്ടിങ് ആണ് എനിക്ക് ഭയങ്കര ഒരു ടാസ്ക് എന്ന് പറയുന്നത്. തലേദിവസം ഞാൻ സാധാരണ എടുത്ത് വെക്കാറാണ് പതിവ്, പക്ഷേ എനിക്ക് ഇന്നലെ എടുത്ത് വെക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞാൻ ഈ ഒരു ടീഷർട്ട് ഫിക്സ് ചെയ്തു. ജീൻസും ടീഷർട്ടുമാണ് എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ്. പിന്നെ വേറെ ഒന്നും നോക്കിയില്ല, പറ പെട്ടെന്ന് റെഡിയായി. ഈവനിങ് ആയതുകൊണ്ട് ഞാനൊരു കാഷ്വൽ വെയർ ഇട്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു മേക്കപ്പാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഫൗണ്ടേഷൻ ഒന്നുമില്ല, നോ മേക്കപ്പ് ലുക്കാണ്. ലൈറ്റായിട്ട് കണ്ണൊക്കെ എഴുതി ലൈറ്റ് ഒരു ഷെയ്ഡ് ലിപ്സ്റ്റിക്ക് കൊടുത്തു. അപ്പം ഞാൻ ഇട്ടിരിക്കുന്ന ഈ ലിപ്സ്റ്റിക് ഷെയ്ഡ് വന്നിട്ട് മെബെലൈൻ്റെ സെൽഫ് സ്റ്റാർട്ടർ എന്ന് പറഞ്ഞുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡാണ്. അപ്പം ഞാൻ റെഡിയായി, കുഴപ്പമില്ല. അപ്പം ഞങ്ങളിപ്പോൾ പോകുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ പൂവാറുള്ള ഞങ്ങളുടെ സോമൻ ചേട്ടൻ്റെ മകളുടെ ഷോപ്പിൽ ഇനോഗ്രേഷനാണ്. രാവിലെ കഴിഞ്ഞു. അപ്പം ഞങ്ങൾ വൈകിട്ട് ആ ഷോപ്പ് വിസിറ്റ് ചെയ്യാനാണ് പോണത്. അപ്പം ഈ ഒരു ഷോപ്പ് ഇരിക്കുന്നത് പൂവാറിനും പുല്ലുവിളയ്ക്ക് ഇടയ്ക്കുള്ള കരിങ്കുളം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണ് ഈ ഒരു ഷോപ്പ് വന്നിരിക്കുന്നത്. ഫർണിച്ചേഴ്സും അതുപോലെയുള്ള TV, ഫ്രിഡ്ജ്, അങ്ങനെ ഒരു ഹോം അപ്ലയൻസ് ഒക്കെ ഉള്ള ഒരു വലിയ ഷോറൂം തന്നെയാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് ഓഫർ പ്രൈസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ വീട്ടിലെ സാധനങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് അവിടെ പോയി പർച്ചേസ് ചെയ്യുക. പിന്നെ അതുപോലെ സാധനങ്ങൾ അവർ എടുത്തും തരും. ഫർണിച്ചേഴ്സ് ആണെങ്കിൽ അവർ കസ്റ്റമൈസും ചെയ്യും. നിങ്ങളുടെ ഇഷ്ടമുള്ളത് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഏത് തടിയാണ് വേണ്ടത് അല്ലെങ്കിൽ എങ്ങനത്തെ ടൈപ്പാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ അവർ കസ്റ്റമൈസായിട്ട് ചെയ്തും തരും. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ സോമൻ ചേട്ടൻ. ഷോപ്പ് ഇരിക്കുന്നത് വന്നിട്ട് പൂവാറിനും പുല്ലുവിളയ്ക്കിടയ്ക്ക് കരിങ്കുളത്താണ്. ഇത് പിറ്റേ ദിവസമാണ്. ഞങ്ങൾ ഇന്നലെ ചേട്ടൻ്റെ ഷോപ്പിൽ നിന്ന് നേരെ പോയത് ലുലുവിലോട്ടാണ്. അതിൻ്റെ ഫുട്ടേജസും കാര്യങ്ങളും എടുക്കാനായിട്ട് പറ്റിയില്ല. ലുലുന്ന് ഞങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള കണ്ണമ്പുള മീൻ മേടിച്ചു. പക്ഷേ ചെറിയൊരു അബദ്ധം പറ്റി. ഈ മീൻ കുറച്ച് വലുപ്പം കൂടിപ്പോയി. ഞങ്ങളുടെ പാനിൽ നിൽക്കില്ല. ഇത് രണ്ടായിട്ട് കട്ട് ചെയ്ത് വേണം നമുക്ക് കുക്ക് ചെയ്യേണ്ടത്. ഇത് പിള്ളേരുടെ ഫുഡാണ്. രാവിലെ അവർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ റെഡിയാക്കി രണ്ടുപേർക്കും ഒരേ ടൈമിൽ തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നത്. പിന്നെ ഒരു ക്യാബേജും ക്യാരറ്റും കൂടെ ഇട്ടുള്ള ഒരു മെഴുക്ക് പുരട്ടി വെച്ചു. മീൻ രണ്ടായിട്ട് കട്ട് ചെയ്താണ് ഞങ്ങൾ കുക്ക് ചെയ്യാൻ പോകുന്നത്. ഇതൊരു പ്രത്യേക രീതിയിലൊരു പ്രിപ്പറേഷനാണ്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു രീതിയല്ല. ഇത് ഞങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡിലാണ് ഞങ്ങളിത് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി വേണമെന്നെങ്കിൽ സെപ്പറേറ്റ് ചോദിക്കാൻ ഞാൻ സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം. അപ്പോൾ ഞങ്ങൾ ഇന്നലെ ഒരു ഫ്ലാസ്കിന് ഞങ്ങൾ ഓർഡർ കൊടുത്തിട്ട് ചേട്ടൻ്റെ കടയിൽ നമ്മൾ ഇറങ്ങിയത്. അപ്പോൾ അത് വന്നു. അപ്പം ഞങ്ങളത് വാങ്ങാൻ വേണ്ടി പോയി. പോകുന്ന വഴിക്ക് കാനംകുളത്തൊരു പള്ളിയിൽ തിരുനാൾ നടക്കുന്നു. അപ്പം ഈ ഒരു സംഭവം തേൻകുടൽ എന്നാണ് ഞങ്ങളിത് പറയുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ്. അപ്പം അത് വാങ്ങിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് വന്നത്. ഇത് പിറ്റേ ദിവസമാണ്. കുറച്ച് വിഷമമായിട്ടുള്ള ഒരു ദിവസമാണ്. നമ്മുടെ കുഞ്ഞ് സ്കൈക്ക് സ്റ്റൊമക്ക് അപ്സെറ്റാണ്. ചെറിയൊരു ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ ഹോസ്പിറ്റലിലോട്ട് പോവുകയാണ്. നേമത്തുള്ള പെറ്റ് സിറ്റിയിലാണ് നമ്മൾ പോയത്. വീട്ടിൽ വരുന്ന കാത്തു ഡോക്ടറിന് വരാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഹോസ്പിറ്റലിലോട്ട് പോയതാണ്. ഇത് അതിൻ്റെ അടുത്ത ദിവസമാണ്. ജിജോ ചേട്ടനും ഫാമിലിയും റോക്കറ്റിനെയും സ്കൈയൊക്കെ കാണാൻ വേണ്ടി വീട്ടിൽ വന്നു. അതിൻ്റെ ഒപ്പം തന്നെ റോക്കറ്റിന് വേണ്ടി ഒരു ഗിഫ്റ്റ് ഒക്കെ കൊണ്ടാണ് മോള് വന്നത്. ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ളൊരു മോളാണ് കേട്ടോ. ക്രിസ്മസിന് വന്ന സമയത്ത് എനിക്ക് ഫുട്ടേജ് എടുക്കാൻ പറ്റിയില്ല. അവൾക്ക് റോക്കറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കാര്യമാണ് കേട്ടോ. അപ്പോൾ റോക്കറ്റിനോട് കുറേ നേരം സ്പെൻഡ് ചെയ്യാനും കൂടെയാണ് വന്നത്. അങ്ങനെ നല്ലൊരു ടൈമായിരുന്നു. അവരുമായിട്ട് കുറേ നേരം ഇരുന്നു. റോക്കറ്റുമായിട്ട് മോള് ഒരുപാട് നേരം കളിച്ചു. അവരുടെ വീട്ടിലൊരു പപ്പിയുണ്ട് കേട്ടോ. അപ്പോൾ റോക്കറ്റിന് വേണ്ടി കുറച്ച് ടോയ്സും അതുപോലെ തന്നെ പെറ്റ് വൈസും ഒക്കെ കൊണ്ടാണ് വന്നത്. പിന്നെ സ്കൈയെയും ആദ്യമായിട്ട് പരിചയപ്പെട്ടു. സ്കൈക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു മോളെ. പെറ്റ് ലവേഴ്സ് അങ്ങനെയാണല്ലോ, അവർക്ക് പെറ്റുമായിട്ട് പെട്ടെന്ന് അടുക്കാനും പറ്റും. എന്താ പറയുക, കുറേ നേരം അവരുമായിട്ട് ഇന്ന് കളിക്കുകയൊക്കെ ചെയ്തു. നല്ലൊരു ടൈമായിരുന്നു അവരുമായിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്തത്. ഇത് അന്ന് വൈകിട്ട് തന്നെ ഞങ്ങൾ നേരെ ചാലയിലോട്ട് പോവുകയാണ്. നമുക്ക് ശനി ഞായറും ഫുഡ് ബിസിനസ്സിന് ഇറങ്ങേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. ചാല എന്ന് പറയുന്നത് ഒരു പ്രത്യേക വൈബാണ് കേട്ടോ. തിരക്ക് പണ്ടത്തെ അത്ര തിരക്കൊന്നുമില്ല, പക്ഷെ എന്നാലും ഒരു നല്ല രസമാണ് ചാലയുടെ ഈ ഒരു ഇടുങ്ങിയ വഴികളിലൂടെയൊക്കെ പോകാനുണ്ട്. നമുക്ക് കാറും കൊണ്ട് പോകാൻ പറ്റില്ല, ബൈക്ക് അല്ലെങ്കിൽ ബസ്. നമ്മൾ ബൈക്കിൽ പോയാൽ നമുക്ക് സാധനങ്ങളൊക്കെ പല കടകളിലൊക്കെ നിർത്തി നമുക്ക് വാങ്ങാൻ പറ്റും. ഇതിന്ന് മോർണിംഗ് എടുത്ത വീഡിയോ ആണ്. ഇന്ന് ലാസ്റ്റ് കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന ദിവസമാണ്. 3 ദിവസമായിട്ട് ഞങ്ങൾ രാവിലെ കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. അവൾക്ക് ബ്ലഡിൽ ഇൻഫെക്ഷൻ ഉണ്ട്. അപ്പം അതിൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളായിട്ട് ഞങ്ങൾ 3 ദിവസമായിട്ട് ഹോസ്പിറ്റലിൽ രാവിലെ പോവും. ഉച്ചയ്ക്കാണ് വരുന്നത്. ട്രിപ്പൊക്കെ ഇട്ട് കിടത്തും. പാവം കേട്ടോ, ഒരുപാട് ക്ഷീണിച്ചു. ORS ഒക്കെയാണ് കൊടുക്കുന്നത്. ഫുഡ് കുറച്ച് കുറയ്ക്കാൻ പറഞ്ഞു. കാരണം വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് ഈ ഇൻഫെക്ഷൻ മാറുന്നവരെ ഫുഡ് കുറയ്ക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ ORS ഒക്കെയാണ് കൊടുക്കുന്നത്. ആൾ ഇച്ചിരി ഫുഡ് ഇഷ്ടമുള്ള ആളാണ്. 3 ദിവസം കുറച്ച് കഷ്ടപ്പെട്ടു. പിന്നെ ട്രിപ്പ് എടുത്ത സമയത്ത് ആക്ച്വലി വേദനയെക്കാളും കൂടുതൽ ആൾ ഭയങ്കര ഒരു ഡ്രാമ ക്യൂനായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യണത് കേട്ടോ. ഭയങ്കര ബഹളവും കരച്ചിലൊക്കെയാണ്. പക്ഷെ പാവം തോന്നുന്നു കേട്ടോ. ഈ ഒരു ഇത് കാണുമ്പോഴത്തേക്കും നല്ല കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു. പിന്നെ ട്രിപ്പൊക്കെ ഇട്ട് കഴിയുമ്പോൾ പിന്നെ നേരെ എൻ്റെ അടുത്ത് വന്ന് കുറച്ച് നേരം ഇങ്ങനെ നെഞ്ചിൽ ചാരി കിടന്നങ്ങ് ഉറങ്ങും.
ആൾ പാവമാണ്, പക്ഷെ എന്നാൽ കുറച്ച് ചട്ടമ്പിയാണ്. ഇത് ഉച്ചയ്ക്ക് ശേഷം അവൾ കുറച്ചുകൂടെ ആക്റ്റീവായി, രണ്ടുപേരും കുറച്ചുകൂടെ കളിക്കുന്നതൊക്കെ കണ്ടു. വേറെ കുഴപ്പമില്ല. ഇനി ട്രിപ്പ് ഇടാനൊന്നും പോവണ്ട, നമുക്ക് ഫുഡിൻ്റെ കൂടെ തന്നെ മെഡിസിൻ അങ്ങ് കൊടുത്താൽ മതി. വേറെ കുഴപ്പമൊന്നുമില്ല, അവളിപ്പോൾ ഓക്കെ ആണ്. അപ്പോൾ അത്രയേ ഉള്ളൂ, ഒരു ചെറിയൊരു വീക്ക്ലി വ്ളോഗാണ് കേട്ടോ ഇത്. ഓക്കെ, ബൈ.